കാണുക നാട്ടുരാജ്യ ന്യൂസ് നിങ്ങളുടെ വിരൽത്തുമ്പിൽ. തൊടുപുഴയിലെ നിരവധി പേർക്ക് ഉപകാരപ്രദമായ പെട്രോളിന് പകരം ഇലക്ട്രിക് ബൈക്കുകൾ പാരിസ്ഥിതി മലിനീകരണമൊക്കെ മുക്തി നേടാനായിട്ട് ഇതിങ്ങനെ സപ്ലൈ സൊസൈറ്റിയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ മതി. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ തൊടുപുഴയിൽ വനിതകൾക്ക് വേണ്ടിയുള്ള ഒരു ഇരുചക്ര വാഹനത്തിൻ്റെ ഒരു വിതരണമാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, കേന്ദ്ര ഗവൺമെൻറ് CSR ഫണ്ട് എന്ന CSR ഫണ്ട് തീർച്ചയായിട്ടും സമൂഹത്തിലേക്ക് ചാരിറ്റി പർപ്പസിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാധാരണ ആളുകൾക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. ഓരോ കമ്പനികളും അവരുടെ വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ലാഭത്തിൻ്റെ ചെറിയ പെർസെൻറ്റ് 2% സമൂഹത്തിലേക്ക് കൊടുക്കണമെന്നാണ് ഗവൺമെൻറ് നിഷ്കർഷിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു NGO, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ NGOs ധാരാളമുണ്ട്. ആ NGOs വഴി സമൂഹത്തിലേക്ക് നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. നിരവധി വീടുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നമുക്കറിയാം പഠനങ്ങൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി പകുതി വിലയ്ക്ക് കമ്പ്യൂട്ടർ ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ വനിതകൾക്ക് വേണ്ടി തയ്യൽ മെഷീൻ വിതരണം ചെയ്തിട്ടുണ്ട്. 50% വരെ കുറച്ച്. ഇതിപ്പോൾ ഇരുചക്ര വാഹനം വനിതകൾക്ക് മാത്രം, കൂടുതൽ സ്ത്രീകൾക്ക് ഈ രാജ്യത്ത് അവരുടെ പ്രാധാന്യം മനസ്സിലാക്കി കേന്ദ്ര ഗവൺമെൻറ് തന്നെ NGOs വഴി കോർപ്പറേറ്റീവ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി CSR ഫണ്ട് വഴി NGOs നൽകുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഇരുചക്ര വാഹനത്തിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് തൊടുപുഴയിൽ ഇന്ന് നടക്കുന്ന പ്രോഗ്രാം. 7500ഓളം തയ്യൽ മെഷീനുകൾ ഉൾപ്പെടെ ജൈവഗ്രാം പദ്ധതി 50% സബ്സിഡിയോടെ കാർഷിക യന്ത്രങ്ങളുടെ വിതരണങ്ങൾ ഉൾപ്പെടെ കേരളം പ്രത്യേകമായ ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണിത്. ക്യാഷ് ട്രാൻസാക്ഷൻസ് യാതൊരു വിധത്തിലും ഇവിടെ നമ്മൾ സമ്മതിക്കുന്നതല്ല. അക്കൗണ്ടിൽ പേ ചെയ്യേണ്ടത് അക്കൗണ്ടിൽ പേ ചെയ്ത്